ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പോൾ പരീക്ഷാകാലമാണ്. പാരൻസ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് കുട്ടിക്ക് പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി എഫക്റ്റീവായി ഓർത്തിരിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓർമ്മശക്തിയുടെ ബേസിക് എന്താ? റിപ്പീറ്റേഷൻ ആണ്. എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നോ അത്രയായിരിക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത് ഓർത്തു വെക്കാൻ പറ്റുക. അപ്പം നിങ്ങൾ എന്തായാലും കുഞ്ഞിനെ ഒരു തലേ ദിവസം ഒത്തിരി സ്ട്രെയിൻ കൊടുത്ത് പഠിപ്പിക്കാതെ കുറച്ചുകൂടി മുന്നേ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് ആയിട്ട് പതുക്കെ പതുക്കെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിൽ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കുഞ്ഞിന് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതായത് ഏറ്റവും ഞാൻ ഒഴിവാക്കാൻ പറയാം, നെയ്യ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒന്ന് ഒഴിവാക്കിക്കോളൂ. കാരണം അത് ഭയങ്കരമായിട്ട് ഉറക്കത്തിന് ക്ഷണിച്ചു വരുത്തും, കൂടുതൽ സ്ലീപ്പി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഡൈജസ്റ്റബിൾ ആയ ഫുഡ് ഐറ്റംസ്, ലൈക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി വെജിറ്റബിൾ കറിയും ഫ്രൂട്ട്സും ഫിഷും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, നെയ്യ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഗീ റൈസ്, ചിക്കൻ ബിരിയാണി അങ്ങനത്തെയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട്, ചിക്കനൊക്കെ നല്ലതാണ്, നിങ്ങൾക്ക് കറി വെച്ചിട്ടൊക്കെ കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ, നൈറ്റിൽ കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിക്കേണ്ട കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് കൊണ്ട് ഉറക്കം വരുന്ന, അത് എത്ര പറഞ്ഞിട്ടും എത്ര മുഖം കഴുകിയിട്ടും മാറാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെയുള്ള ഒരു പാകത്തിനുള്ള ഫുഡ് കഴിക്കാൻ നോക്കാം. ഏറ്റവും നേരത്തെ ഉറങ്ങാൻ നോക്കുക. അതായത് മിനിമം ഒരു 7 hours സ്ലീപ്പ് എന്നുള്ള ടാർഗറ്റ് വെച്ചോളൂ. 7 ഇല്ലെങ്കിൽ 6 എങ്കിലും മുതിർന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ തീർച്ചയായിട്ടും 7 to 8 hours എങ്കിലും ഉറങ്ങണം. എക്സാം ആകുമ്പോൾ ഉറങ്ങാതെ കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. അതെല്ലാം നമുക്ക് ബ്രെയിനിൽ ഓർത്ത് വെക്കേണ്ട സെൻറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കതൊന്നും കണക്ട് ചെയ്ത് എഴുതാൻ പറ്റില്ല. ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം. വാട്ടർ ഇൻടേക്ക്, ഡിഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുങ്ങളെ പെട്ടെന്നൊരു ക്ഷീണം രീതിയിലേക്ക് പോകും. വെള്ളം നന്നായി കുടിക്കാം. തലേദിവസം വെള്ളം കുടിക്കണം. പിറ്റേ ദിവസം മോർണിംഗിലും നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് വേണം കുഞ്ഞുങ്ങളെ വിടാനും. കയ്യിലൊരു വാട്ടർ ബോട്ടിൽ, ഉച്ചവരെ എക്സാം ഉള്ളെങ്കിലും കയ്യിലൊരു വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക വേണം. പിന്നെയുള്ളതാണ് എഴുതി പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ. ചില കുട്ടികൾക്ക് കേട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഓർമ്മ, എന്നാലും കേട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ക്യാപ്സ്യൂൾ ഫോമിൽ ഒന്ന് എഴുതി വെക്കുക, അവരെ ശീലാക്കുക. ഒരു എസ്സേ അല്ലെങ്കിൽ നോട്ടാണെങ്കിൽ അത് ബുള്ളറ്റ് പോലെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 5 പോയിന്റ്സ് ആണെങ്കിൽ ആ 5 പോയിന്റ്സ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ബുള്ളറ്റ് ആയിട്ട് ഒരു ചെറിയ നോട്ട് പാഡിൽ ഒന്ന് എഴുതി വെക്കുക. ആ സാധനം മാത്രം പിറ്റേ ദിവസം രാവിലെ പോകുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടീനെ കുറച്ചുകൂടി എക്സാമിന് ഒന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ പതുക്കെ അസിസ്റ്റ് ചെയ്യുക. അല്ലാതെ വല്ലാതൊരു എന്താ പറയുക, ഒരു യുദ്ധഭൂമിയായിട്ട് പഠന റൂം മാറാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ക്ലാസ്സിൽ 1, 2, 3 റാങ്ക് വാങ്ങിയവരൊന്നും അല്ല ലൈഫിൽ മികച്ച സക്സസ് കിട്ടിയിട്ടുള്ളവർ, അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു ടേണിംഗ് പോയിന്റിൻ്റെ ഒരു എക്സാം, ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കോഴ്സിലേക്കുള്ളൊരു എക്സാം, അങ്ങനത്തേനൊക്കെ മതി നമ്മളിങ്ങനെ കടുംപിടുത്തം പിടിച്ചിട്ട് പഠിപ്പിക്കുന്നത്. അല്ലാത്ത ഡെയിലി നമ്മൾ പോകുന്ന എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ചൊരു പാകത്തിൽ പോട്ടെ, ഒട്ടും വേണ്ടാന്നല്ല, പക്ഷേ ഒത്തിരി ഫൈറ്റ് ഉണ്ടാക്കാതിരിക്കാനും കുട്ടികളുടെ മനസ്സമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ശ്രമിക്കുക. ഗാഡ്ജറ്റ്സ് കംപ്ലീറ്റ് ഒഴിവാക്കിക്കോളൂ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ അറ്റൻഷൻ മൊത്തം അതിലേക്കാവും. ചിലപ്പോൾ ഒരു 1 hour ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും, ഞങ്ങളൊരു 10 മിനിറ്റ് നോക്കട്ടെ. ആ 10 മിനിറ്റ് എന്നുള്ളത് ഒരു അരമണിക്കൂറായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗാഡ്ജറ്റ്സ് എന്നുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അല്ലാതെ അവർ വേണമെങ്കിൽ പുറത്ത് വെറുതെ നടക്കട്ടെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഫ്രീ ടൈം കുറച്ചുകൂടി കുട്ടികൾക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ബ്രെയിനിനെ ഇങ്ങനെ ബൊമ്പാർഡ് ചെയ്യുന്ന പോലെയാണ്, ബ്രെയിനിന് കുറേ പ്രഷർ കൊടുക്കുന്ന പോലെയായിരിക്കും ഈ ഫോൺ നോക്കിയുള്ള അല്ലെങ്കിൽ TV കണ്ടുള്ള റിലാക്സേഷൻ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ബാക്കി പാരൻസിനോട് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.